ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ സമയം 5:30 മണിയായിട്ടുള്ളേ. ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ് ശനിയാഴ്ച. ഇത്ര നേരത്തെ കടയിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ, നമ്മൾ ഈ താറാവൊക്കെ മേടിക്കണ സ്ഥലത്ത് ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. ചേട്ടനാണെങ്കിൽ 7:30 മണിക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട് ഇന്ന്. അപ്പോൾ നമ്മൾ രാവിലെ പോയില്ലെങ്കിൽ ഇപ്പം ഒരു 7 മണിക്ക്, ഇപ്പോൾ ചേട്ടൻ വന്ന ശേഷമാണ് നമ്മൾ മീനല്ല താറാവ് മേടിക്കാൻ പോകണമെങ്കിലല്ലേ 10 മണിയായാലും വീട്ടിലെത്തൂല. അനുഭവം ഗുരു. അപ്പോൾ അതുകൊണ്ട് അത്ര സമയം പോവും. അതുകൊണ്ട് ഞങ്ങൾ നേരം വെളുക്കനേ പോണേണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കളത്തറയിൽ പോകണം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാവുമോ ഇങ്ങോട്ടേക്കാണോ? ദൈവമേ, ആളായല്ലോ ഇപ്പൊ തന്നെ. ഇത് കണ്ട, ഞങ്ങൾ ഇത്രയും നേരത്തെ വന്നിട്ട് തന്നെ അവിടെ ആള് ക്യൂ ആണ് കേട്ടാ. ആൾക്കാർ എത്ര മണിക്ക് വന്നു? 4 മണിക്ക് വന്നിരിക്കണ. നോക്കി എത്ര നേരത്തെ വന്നിട്ട് നോക്കിക്കണ്ടേ, 5-6 ആളുണ്ട് അവിടെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ പോണത് താറാവിനെ മേടിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചെന്നാലും ഞങ്ങൾ ചിലപ്പോൾ ഒരു 7:30 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിട്ട് ഞങ്ങൾ താറാവ് മേടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു 10 മണിയാകും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ പോകാമെന്ന് കരുതിയിട്ടാണ് അത്രയും നേരത്തെ പോയത്. അപ്പോൾ പോലും അവിടെ ആളായിരുന്നേ. ഇതേ നേരം വെട്ടം വെച്ചപ്പോഴത്തേക്കാണ് കേട്ടോ നമുക്ക് താറാവിനെ കയ്യിൽ കിട്ടിയത്. ഞങ്ങൾ കളത്തറയിൽ നിന്ന് താറാവിനെ മേടിച്ചിട്ട് നേരെ മുണ്ടമ്പലി വഴിയാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ജോഷി ചേട്ടനൊക്കെ അവിടെ പോർക്കിനെ വിൽക്കണം. നമ്മുടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതിയേ. പക്ഷെ നല്ല പീസ് നോക്കി തന്നു കേട്ടോ, അധികം നെയ്യൊന്നും ഇല്ലാത്തത്. ഞാൻ വീഡിയോ എടുത്തോണ്ടിട്ടേ പണി തരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അത്തിപ്പുഴയിൽ ചെന്ന്, അത്തിപ്പുഴയല്ല മുല്ലംകുഴി ചെന്നിട്ട് ചിക്കൻ കട വേണം കേട്ടോ. നമ്മൾ ചിക്കൻ കട വരാറില്ല, നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ നസ്രത്ത് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ മുണ്ടമ്പലിയിൽ നിന്ന് തന്നെ വാങ്ങും. ഇപ്പം എന്തോ ഞങ്ങളിപ്പോൾ ഈ കടയിലോട്ട് കയറി. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ. കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനും ചിക്കനും ഒക്കെ വാങ്ങാനേ. പിന്നെ എത്ര മണിക്ക് വരും പോയിട്ട്? 8:30 മണി. അപ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം രാവിലത്തെ. അപ്പം പിന്നെ പോവാമല്ലോ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ. മീനോട് 8 മണിക്കാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ. ചായ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല. എന്ത് ചെടിയാണെന്നറിയില്ല, മത്തങ്ങയാണെന്നറിയാൻ പാടില്ല കേട്ടതേ. കൊണ്ടുവന്ന് കാണിച്ച വലിയ ഉണ്ടല്ലോ, ഇതുണ്ടോ എന്താന്നറിയാൻ പാടില്ല. പിന്നെ ഇതേ മുളകിന്റെ ഇട്ട് കൊടുത്തത്. ഇത് പിടിച്ചേക്കനാണെന്ന് അറിയാൻ പാടില്ല. ഇനി മുളക് തന്നെയാണ്, ഇനി വല്ല പുല്ലാണെന്ന് അറിയാൻ പാടില്ല. കുറച്ചും കൂടി ആയി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ താറാവും ചിക്കനും പോർക്കും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പോകാമെന്ന് കരുതി. ചേട്ടൻ വന്നിട്ട് സ്കൂൾ ട്രിപ്പ് ഉണ്ടേ KVയിൽ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകണം ചേട്ടൻ. കുറച്ച് ദിവസം കൂടി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്കും അവർക്കും വെക്കേഷൻ തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു ധാരണ. കറക്റ്റ് അറിയില്ല കേട്ടോ, അത് ചേട്ടനോട് തന്നെ ചോദിക്കണം. അങ്ങനെ വന്നിട്ട് ഞാൻ വേഗം തന്നെ ഒരു ചായക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ആൾക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ ഒരു ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നേ.
അത് കഴിഞ്ഞൊരു ചേട്ടൻ പോയി ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്ക് ആൾ വന്നു കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തോട്ട് പോകണേണ്. കുറച്ച് സാധനം കൂടെ നമുക്ക് വാങ്ങാനുണ്ട്. നമ്മൾ കളത്തറയിൽ ആദ്യം നമ്മൾ ഈ താറാവിനെ മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും മീൻ കച്ചവടമൊന്നും അവിടെ നടന്നിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ചോദിച്ചപ്പോഴത്തേക്കും 8 മണിക്ക് മീൻ വിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 8 മണിക്കവിടെ എത്താൻ പറ്റില്ല, കാരണം ചേട്ടന് ട്രിപ്പ് ഉണ്ടല്ലോ, സ്കൂൾ ട്രിപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരുവിധമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അവരവിടെ നിന്ന് വലയിട്ടിട്ട് പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു കൂട്ടരുടെ കയ്യിൽ നിന്നിട്ട് ഇച്ചിരിക്കോളം മറ്റേ പിലോപ്പിയെ കിട്ടിയുള്ളൂ, ചെറിയ പിലോപ്പി. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ചേട്ടന്മാർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നല്ല മുഴുത്ത പിലോപ്പി നോക്കി കിട്ടിയേ. ഈ കളത്തറ ചാലിലെ പിലോപ്പി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ച് തന്നെ അറിയണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കൊന്നും നമ്പ്യാർപുരമാണോ, എനിക്ക് കറക്റ്റ് അറിയില്ല. പള്ളുരുത്തിയിലോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് മെയിൻ റോഡിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചേട്ടനോട് ഇല്ല സ്ഥലത്തിൻ്റെ പേരൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബീഫും പിന്നെ തന്നെയാണ് ക്രാവിറച്ചിയും പിന്നെ നമ്മുടെ എരിമിറച്ചിയുമാണ് കേട്ടോ വാങ്ങിയത്. ക്രാവ് ഞങ്ങൾ വാങ്ങിയിട്ട് കുറേ നാളായി. ഇതിനെ കൊണ്ടാണ് പോയത്. അപ്പൊ കവറിൽ അവരിങ്ങനെ കെട്ടി തന്നപ്പോ ഞാനടുത്ത് ചത്തു പോയിട്ടുണ്ടാവും. പക്ഷെ ചത്തിട്ടില്ല, ചട്ടിയിൽ ഇട്ട് വെച്ചേക്കാം. ഇത് ചാകുമ്പോ നമുക്ക് വെട്ടാം. ബാക്കി പരിപാടികളൊക്കെ നമുക്ക് അതിനുള്ളിൽ ചെയ്യാം കേട്ടോ. മിഷ്യത്തിൽ തുണിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ടേ. രാവിലെ വെള്ളം ഉണ്ടായിരുന്നില്ല, കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വന്നപ്പോഴത്തേക്കും വേഗം തന്നെ കൈയോടെ അലക്കാനിട്ടേ. കാരണം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് മാത്രം ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരിത്തിരി നീട്ടി അങ്ങോട്ട് എടുത്ത്. അപ്പോൾ ദേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്ക് തരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരിത്തിരി 2 ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്തെങ്കിലും. അപ്പം ഞാനും വേഗം തന്നെ ഒരു ഇച്ചിരി പുട്ടൊക്കെ വാരി കഴിച്ചിട്ട് നേരെ മീൻ വെട്ടാൻ വേണ്ടി പോയി കേട്ടോ. കാരണം പിലോപ്പി ഇനി തേച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു സമയമാകുമല്ലോ. പിന്നെ ഈ പ്രാവശ്യം കിട്ടിയ പിലോപ്പിയില്ലേ ഭയങ്കര കരി പോലത്തെ പിലോപ്പിയില്ലേ, സാധാരണ ഭയങ്കര കറുത്ത പിലോപ്പിയില്ലേ വെളുപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ടിട്ടേ പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞേ, എങ്കിൽ സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മീൻ വെട്ടിയ കത്രികയില്ലേ നല്ല മൂർച്ചയാണ് കേട്ടോ ആ കത്രികക്ക്. ഞാനത് ഇപ്പോൾ ഈ പിലോപ്പിയുടെ ആണെങ്കിൽ വലിയ പിലോപ്പിക്കൊക്കെ ഭയങ്കര കട്ടിയുള്ള മുള്ളാണ്, അപ്പോൾ അതൊക്കെ ഓടിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഈ കത്രിക നല്ല സൂപ്പറാണ് കേട്ടോ. ഞാനത് ഓൺലൈൻ വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം, അപ്പോൾ കയറി ചെക്ക് ചെയ്ത് വാങ്ങാമല്ലോ. പിന്നെ എന്താണ്, തുണി അലക്കാനിട്ടുണ്ടായിരുന്നല്ലോ മിഷ്യത്തിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ തുണി വിരിച്ച് തരാം, നീ ഇപ്പോൾ മീനൊക്കെ വെട്ടി നടുവൊക്കെ ഒടിഞ്ഞ് വന്നതല്ലേ എന്ന്. അങ്ങനെ വേഗം തുണിയൊക്കെ വിരിച്ച് തന്നു കേട്ടോ. തുണിയൊക്കെ ഇങ്ങനെ കട്ട കുത്തിയൊക്കെ വിരിക്കുള്ളൂ, അതൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആളിനൊരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു, പെരടകൊക്കെ ഒന്ന് മൊത്തം അടിച്ച് തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ആളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞാൻ വേഗം അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഒരു 5 എണ്ണം എടുത്തിട്ട് ഒരു 3-4 എണ്ണം വലുതും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതുമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ട് നാളത്തേക്ക് വറക്കാമെന്ന് കരുതിയിട്ട് വരഞ്ഞൊക്കെ എടുക്കുന്നതാണ്. അരപ്പൊക്കെ പൊത്തി നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ നാളെ പാത്രം പണിയൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ. ഞാൻ ഇന്നെല്ലാമേ അടുപ്പിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നാളെ കിടന്നിട്ട് പിന്നെ കുറേ സമയം കിടന്നിട്ട് അടുക്കളയിൽ കിടന്നിട്ട് വരകണ്ട, വല്ലയിടത്തും മാറി കുത്തിയിരിക്കാമല്ലോ. അപ്പോൾ അതേ കറി വയ്ക്കാനുള്ള വലുത് നോക്കിയിട്ട് ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി നുറുക്കിയും എടുക്കുന്നുണ്ട്. നമുക്കത് തിളപ്പിച്ചെടുക്കാം, അപ്പോൾ ഉച്ചക്കത്തേക്കാകും. അപ്പോൾ നാളെ വറക്കാനുള്ളത് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല, പിന്നെ ഇനിയിപ്പോൾ എനിക്ക് എടുത്ത് പൊളിച്ച് ഇനി അരച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മടിയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ ഒരു ബോക്സിലോട്ടാക്കിയിട്ടേ ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പം നാളെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുത്തിട്ട് വറക്കാമല്ലോ.
പിന്നെ ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പെട്ട സാരിയുടെ കാര്യം കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സാരി ഞാനില്ലേ മീഷോന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് അത് വാങ്ങിയിട്ട് ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ട്. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. വെള്ളിയാഴ്ച ഇട്ടിട്ടേ എൻ്റെ ദൈവമേ, രാത്രിയായപ്പോൾ ഒരു പെരുമഴ വന്നു. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, മഴ ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ പ്രാവശ്യവും മഴ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മുണ്ടമ്പേൽ നിമിടത്തോളം നനഞ്ഞു കുളിച്ചാണ് വന്നത്. ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ആ സാരിയുടെ കളറൊക്കെ എല്ലാം ഒഴുകി താഴെ പോണു. അപ്പം അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല, കുറച്ച് കളറൊക്കെ പോയിരിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രാവശ്യം അതൊന്ന് കഞ്ഞിയൊക്കെ മുക്കി വിരിച്ച് ഒന്ന് നല്ല എന്താ പറയുക അടിപൊളിയൊക്കെ ആക്കിയൊന്നും കൊടുത്തതേ ഉള്ളൂ. ഭയങ്കര വലിയ കളറൊന്നും ഇല്ല കേട്ടോ. കറിക്കുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് കേട്ടോ ചതച്ചെടുത്തത്. കണ്ണ് പൂട്ടി ചതക്കണതേ. ഞാൻ എപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചാലും എൻ്റെ കണ്ണിലോട്ട് തെറിക്കും കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു വട്ടം തെറിച്ചാൽ മതി, പിന്നെ കണ്ണ് തുറക്കാനേ നമുക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ പതിയെ ഒന്ന് ഇറുക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചതച്ചെടുക്കുള്ളൂ. അങ്ങനത്തെ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ എല്ലാം വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോഴത്തേക്കും ഉള്ളി ഇട്ട് കറി വയ്ക്കണതൊക്കെ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ ഈ ഇടികല്ലിലിട്ട് ചതച്ചിട്ട് വയ്ക്കുള്ളേ. ഇടികല്ലില്ലെങ്കിൽ എൻ്റെ മീൻ കറിയുടെ കാര്യം ഗോവിന്ദ. എനിക്ക് ഈ അരിഞ്ഞിട്ട് വെക്കുമ്പോഴത്തേക്കും സവാളയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുക്കുമ്പോൾ ഒന്ന് അരിഞ്ഞിടും. ഉള്ളി എനിക്ക് എപ്പോഴും ഇങ്ങനെ ചതച്ച് തന്നെ ഇടാനാണ് കേട്ടോ. മീൻ കറിക്ക് ചതച്ച് തന്നെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അതേ മീൻ കറി വേഗം തന്നെ അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. മീൻ കറി അല്ല, ചാറ് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. തിളക്കുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആ നേരം കൊണ്ട് രാവിലെ പുട്ടുണ്ടാക്കി ഇഡ്ഡലിച്ചെമ്പ് ആമിക്കുട്ടി അവസാനമുള്ള കഴിച്ചത് പുട്ട്. അപ്പം ഞാൻ വേഗം ആ ഇഡ്ഡലിച്ചെമ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ ഞാനത് കുറച്ച് നേരം അധികം വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്നപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് അങ്ങോട്ട് തേച്ച് കഴുകി അങ്ങോട്ട് മാറ്റി ചാറ് തിളച്ചപ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നുണ്ട് ചെറിയ തീയിൽ തിളച്ച് ചാറൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരവസാനം കുറച്ചിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പിക്കർ റെഡി. അപ്പോൾ അതേ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ടാക്കി കവറിൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിലോട്ട് വെച്ചില്ല കേട്ടോ, താഴെ തന്നെ വെച്ചത്. കാരണം നമുക്കിനി ഉച്ച കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ എല്ലാം ചെയ്യാനുള്ളതാണ്. ഈ പ്രാവശ്യം ബീഫ് കട്ട് ചെയ്താണ് കേട്ടോ കിട്ടിയേക്കണം. സാധാരണ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ബീഫൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും കട്ട് ചെയ്യാണ്ടാണ് തന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മളിപ്പോൾ വാങ്ങിയ പുതിയ സ്ഥലത്തു നിന്നാണ് കേട്ടോ വാങ്ങിയത്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ താറാവ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ പോർക്കും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻകറി അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ വെറുതെ നിൽക്കേണ്ട, ഓരോന്നോട്ട് അങ്ങോട്ട് ചെയ്ത് തുടങ്ങാമെന്ന്. അങ്ങനെ പോർക്കിനെ തന്നെ ആദ്യം എടുത്ത് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഈ മീൻകറി വെക്കുന്നതോടുകൂടി തീരണയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈസ്റ്റർ വ്ലോഗായിട്ട് ഞാൻ ഇടാം കേട്ടോ. ഈ പണികളൊക്കെ എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം രാത്രി പാതിര കുർബാനയ്ക്ക് പോകണം. ഇന്നാണെങ്കിൽ കുർബാന കുറേ അധികം നേരം ഉണ്ടാകും കേട്ടോ. കുറേ വായനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ നാളെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.